Stories of the Son of Man, stories of a Savior, holiness with human hands, treasure for the traitor. No ear had heard, no eye had seen the image of the Father, until heaven came to live with me, a rescue like no other. ദൈവനാമം മുഹത്തപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ സ്നേഹവന്ദനം. നമ്മുടെ ചിന്തയ്ക്കായിട്ട് നാം ഈ ദിവസങ്ങളിൽ നമ്മെ അറിയുന്ന ദൈവം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മെ അറിയുന്ന ദൈവം ആരാണെന്നുള്ളത് നമ്മൾ ഒന്നാമതായിട്ട് ചിന്തിച്ചു. നമ്മെ അറിയുന്ന ദൈവം നമ്മുടെ ജീവിതത്തെ അറിയുന്ന ദൈവമാണ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. നമ്മുടെ ജീവിതത്തെ എപ്പോഴൊക്കെ അവൻ അറിയും? നാം ഉദരത്തിലായിരിക്കുമ്പോൾ അറിയും, നാം പാപികളായിരുന്നപ്പോൾ അറിഞ്ഞു, നാം ദൈവമക്കളായിരിക്കുമ്പോൾ നമ്മെ അറിയുന്ന ദൈവമാണ്. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിച്ചു നമ്മുടെ വഴികളെ അറിയുന്ന ദൈവമാണ്. മൂന്നാമതായിട്ട് ഇന്ന് നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവമാണ്. നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു ദൈവം നമ്മൾക്കുണ്ട്. നമുക്കൊരു വേദഭാഗം വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 6:25 അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായി കൊണ്ടും എന്തുടുക്കും എന്ന ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യങ്ങളെ അറിയുന്ന കർത്താവ് നമ്മളോട് പറയുകയാണ്, നാം വിചാരപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ലോകത്തിൽ നമ്മൾ സാധാരണയായിട്ട് വിചാരപ്പെടുന്നത് എന്ത് തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും, എവിടെ ജീവിക്കും. അതാണ് നമ്മുടെ ആവശ്യങ്ങൾ. ഒരു മനുഷ്യൻ്റെ ആവശ്യം അതാണ്. ആ ആവശ്യത്തോടുള്ള ബന്ധത്തിലാണ് ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ആ ഒരു ആവശ്യത്തിനായിട്ട്, മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ആവശ്യത്തിനായിട്ട് നാം വ്യാകുലപ്പെടുകയും വിചാരപ്പെടുകയും കഠിനാധ്വാനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ വിചാരപ്പെടേണ്ട. എന്തുകൊണ്ടാണ് അങ്ങനെ വിചാരപ്പെടേണ്ട എന്ന് കർത്താവ് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണം ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ ആകാശത്തിലെ പറവകളെ ഒന്ന് നോക്കുവിൻ. ആ പറവകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. നമ്മൾ പറവകളെ നോക്കുമ്പോൾ, ഈവൻ കാക്കയെ നോക്കിയാൽ, പക്ഷികളെല്ലാം നോക്കിയാൽ നമുക്കറിയാം, അവരൊന്നും നമ്മളെപ്പോലെ വിതയ്ക്കുന്നില്ല, അവർ കൊയ്യുന്നില്ല, അവർ കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. എന്നാലും കാക്ക കുഞ്ഞുങ്ങൾക്കും അതാതിൻ്റെ സമയത്ത് അതാതിൻ്റെ ഭക്ഷണം കൊടുക്കുന്നതാണ് കർത്താവ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ പറവുകൾക്കും അതാതിൻ്റെ സമയത്ത് കർത്താവ് അവർക്ക് കൊടുത്ത് അവയെ പുലർത്തുന്നവനാണ്. അപ്പോൾ ഈ പറവുകളെ പുലർത്തുന്നെങ്കിൽ, കാക്കക്കുഞ്ഞുങ്ങളെ പുലർത്തുന്നതെങ്കിൽ, സിംഹക്കുഞ്ഞുങ്ങളെ പുലർത്തുന്നെങ്കിൽ, പ്രിയമുള്ളവരെ, നാം എത്രയോ വിശേഷതയുള്ളവരാണ്. നമ്മെ പുലർത്തുവാൻ അവൻ മതിയായവനല്ലേ അവൻ്റെ. അപ്പോൾ നമുക്ക് പിന്നെ ഭയപ്പെടേണ്ടതായിട്ടോ ഭാരപ്പെടേണ്ടതായിട്ടോ ആവശ്യമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു. നാം ശരീരത്തെക്കുറിച്ചും നമ്മുടെ എന്തുടുക്കും, എങ്ങനെ ഉടുക്കും, മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ ഇതൊക്കെയാകുമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ ഇവിടെ കർത്താവ് പറയുകയാണ്, എന്തുകൊണ്ട് നാം അതിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ വയലിലെ താമരയൊന്ന് നോക്കുവിൻ, അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നില്ല, എന്നാൽ ശലോമോൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമുക്കറിയാം, നമ്മൾ ആ ചെടികളെ ഒന്ന് നോക്കിയാൽ, ഇപ്പോൾ താമരയൊന്ന് നോക്കിയാൽ, ഒരു റോസാപ്പൂവിനെ നോക്കിയാൽ, ഒരു മുല്ലപ്പൂവിനെ നോക്കിയാൽ, ചെത്തിപ്പൂവിനെ നോക്കിയാൽ, ഇങ്ങനെ ഈ ലോകത്തിലുള്ള അനേക പൂക്കൾ നമ്മളൊന്നെടുത്ത് നോക്കിയാൽ, കൊച്ചു കൊച്ചു പൂക്കൾ, ബന്ദിപ്പൂവ്, അതിൻ്റെ മനോഹരിത, അതിൻ്റെ ഷേപ്പ്, അതിന് ദൈവം കൊടുത്തിരിക്കുന്നതായിട്ടുള്ള അതിൻ്റേതായിട്ടുള്ള മണം, ഇതൊക്കെ എത്രയോ മനോഹരമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ കർത്താവ് പറയുന്നത്, ശലോമോൻ തൻ്റെ സകല മഹത്വത്തിലും ഈ ഒരു താമരയെ പോലെ വയലിലാണ് നിൽക്കുന്നത്. അത് ഇന്ന് മുളച്ചു വരുന്നു, നാളെ വാടുന്നതാണ്. എന്നാൽ അവയെ ദൈവം ചമയിക്കുന്നു, അവയെ ദൈവം നിലനിർത്തുന്നു. എങ്കിൽ കർത്താവ് ചോദിക്കുകയാണ്, ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ, പ്രിയ വിശ്വാസികളെ, നമ്മളെ എത്രയധികമായിട്ട് അവൻ നടത്തും, പോഷിപ്പിക്കും, നമുക്ക് വേണ്ടിയതെല്ലാം തരും.
അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും, എവിടെ താമസിക്കും, എങ്ങനെ ജീവിക്കും എന്നുള്ളതിനെക്കുറിച്ച് നാം വിചാരപ്പെടേണ്ട ആവശ്യമല്ല. ഈ ലോകത്തിലെ മനുഷ്യർ, ജാതികൾ, ദൈവം അറിയാത്തവർ ഇതിനെക്കുറിച്ചൊക്കെ വിചാരപ്പെടും. കാരണം അവർക്കറിയത്തില്ല കർത്താവ് അവരെ പുലർത്തുന്നു, അവർക്ക് വേണ്ടി കരുതുന്നു, അവർക്ക് വേണ്ടി സ്വരൂപിച്ചു വയ്ക്കുന്നു എന്നുള്ളത് ഈ ജാതികളായ ദൈവത്തെ അറിയാത്തവരെ മനുഷ്യരെക്കുറിച്ച് അവർക്കറിയത്തില്ല. എന്നാൽ ദൈവത്തെ അറിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം, ദൈവമക്കളായിട്ട് തീർന്നവരെ സംബന്ധിച്ചിടത്തോളം നാം എത്രയോ ദൈവത്തോട് നന്ദിയുള്ളവരായിട്ട് ഇരിക്കേണ്ടതാണ്. കാരണം നമ്മെ അറിയുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മെ മുഴുവനായിട്ട് അറിയുന്ന കർത്താവ് പറയാണ് നിങ്ങൾ വിചാരപ്പെടരുത്. ചോദിക്കുകയാണ്, അല്പവിശ്വാസികളെ നിങ്ങൾ എന്തിനാണ് എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് കൊടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. അതുകൊണ്ട് പ്രിയ സഹോദരിമാരെ, നാം വിചാരപ്പെടാത്തവരായിട്ട് അതിന് പകരമായിട്ട് ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് നാളേക്കായിട്ട് വിചാരപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ കർത്താവ് ജീവിക്കുന്നു, നമ്മുടെ കർത്താവ് നമ്മൾക്ക് വേണ്ടി കരുതുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അമേരിക്കയിലുള്ള ഫ്ലോറിഡ എന്ന സ്ഥലത്ത് ജനിച്ചു വളർന്ന ഡോൺ ഹെല്ലർ അവൾക്കുണ്ടായിരുന്ന ഉന്നത ജോലി വിട്ട് ടിബറ്റിൽ സുവിശേഷ വേലയ്ക്കായി പോകുവാൻ തീരുമാനിച്ചു. പലരും അവളുടെ കൂട്ടുകാരും അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ നോക്കി. പക്ഷേ അവൾ ടിബറ്റിലേക്ക് തന്നെ പോയി. അവിടെ വളരെ കഷ്ടതയോടു കൂടിയാണെങ്കിലും പ്രവർത്തിക്കുവാൻ ദൈവം അവളെ സഹായിച്ചു. അനേകർ കർത്താവിൻ്റെ മക്കളായിട്ട് തീർന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം 20 കിലോമീറ്റർ അകലെയുള്ള ഗ്രാമത്തിൽ ഒരു രോഗിയെ ശുശ്രൂഷിക്കുവാൻ അവളെ വിളിച്ചു. ആ ഗ്രാമത്തിലേക്ക് നടന്നു പോകണമായിരുന്നു. അന്ന് കാറോ ബൈക്കോ സൈക്കിളോ ബസ്സുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവൾക്ക് നടന്നു തന്നെ പോകണം. അവൾ ഉന്നത ജോലി ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ്. അവിടെ അവൾക്കെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ടിബറ്റിൽ അവൾക്ക് ഒന്നുമില്ലാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ അവൾക്ക് നടന്നു പോകണം. അവൾ നോക്കിയപ്പോൾ നടന്നു പോകണം എന്നുള്ളത് തന്നെയല്ല, അവളുടെ കയ്യിൽ ആകെ ഒരു റൊട്ടി മാത്രമുണ്ട്. പക്ഷേ അവൾ നടക്കുവാനായിട്ട് തന്നെ തീരുമാനിച്ചു. അവൾ വിശ്വസിച്ചു. മരുഭൂമിയിൽ ജനത്തെ മന്ന കൊടുത്ത് നടത്തിയ ദൈവത്തിൽ ആശ്രയിച്ചു. കാടപ്പക്ഷിയെയും മന്നയും കൊടുത്ത് 1 ലക്ഷത്തിൽ കൂടുതലായിട്ട് 12 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാരെ പുലർത്തിയെങ്കിൽ എന്നെയും പുലർത്തുവാൻ കർത്താവ് മതിയായവനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അവൾ യാത്ര തുടങ്ങി. താൻ റൊട്ടി കുറേശ്ശെ കഴിച്ചു. എന്നാൽ റൊട്ടി തീർന്നു. അങ്ങനെ പോകുമ്പോൾ വലിയ വിലപിടിപ്പുള്ള ബദാം പരിപ്പുകൾ വഴിയിൽ കിടക്കുന്ന അവൾ കണ്ടു. വളരെ സന്തോഷത്തോടുകൂടി അവൾ അത് പെറുക്കിയെടുത്തു. അങ്ങനെ നടക്കുമ്പോൾ അവൾക്കറിയാമായിരുന്നു ബദാമിനെ കുറിച്ചുള്ള ഇത്. അവളത് തിന്നുകൊണ്ട് പയ്യെ നടക്കുകയാണ്. നല്ല ബദാമാണ്. അങ്ങനെ നടക്കുമ്പോൾ ഒരു മനുഷ്യൻ വലിയൊരു ചാക്ക് കൊണ്ട് മുന്നിൽ പോകുന്നു. അവൾ നോക്കിയപ്പോൾ ആ ചാക്കിൽ ഒരു ചെറിയ ദ്വാരമുണ്ടായിരുന്നു. ആ ദ്വാരത്തിൽ കൂടിയാണ് ബദാം പരിപ്പുകൾ വീണുകൊണ്ട് ഇരുന്നെന്ന് അവൾ മനസ്സിലാക്കി. ഡോണ അവൾക്ക് മനസ്സിലായി ഇത് ഇങ്ങനെ പോകാൻ പാടില്ലല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൾ കൈകൊട്ടി അദ്ദേഹത്തെ ഒച്ചത്തിൽ വിളിച്ച് ഓടി അദ്ദേഹത്തിൻ്റെ അടുക്ക് എത്തുവാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ഈ ഗ്രാമത്തിലേക്കുള്ള വഴി വളരെ വിജനമായിട്ടുള്ള വഴിയാണല്ലോ. അതുകൊണ്ട് മരുഭൂമി പോലെയുള്ള വഴിയാണല്ലോ. അതുകൊണ്ട് അദ്ദേഹം വളരെ സ്പീഡിൽ തന്നെ നടന്നു പോയി. അവളുടെ വിളി കേൾക്കുവാനോ അവൾക്ക് അദ്ദേഹത്തോട് പറയുവാനോ പറഞ്ഞിട്ടും അദ്ദേഹം കേൾക്കാത്ത ഭാവത്തിൽ നടന്നുപോയി. തൻ്റെ സ്വർഗീയപിതാവ് തനിക്ക് വേണ്ടുന്ന ആഹാരം നൽകിയത് ഇങ്ങനെയാണെന്ന് ഡോണയ്ക്ക് മനസ്സിലായി. കർത്താവ് നമ്മെ കരുതുന്നവനാണ്. ഏലിയാവിനെ കാക്കയിൽ കൂടി അപ്പുറച്ചിയും കൊടുത്ത ദൈവം ഇന്നും ജീവിക്കുന്നു എന്നും ഡോണയ്ക്ക് അപ്പോൾ മനസ്സിലായി. അവൾ ദൈവത്തെ സ്തുതിച്ചു. പ്രിയ സഹോദരിമാരെ, നാമും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും, എവിടെ ജീവിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഭാരപ്പെടാതെ നമ്മുടെ ഭാരം ചുമക്കുന്ന കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചുകൊണ്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. Your blood fell to the ground. You redefined my future. And on the day that you arose, the
Good morning, sisters. Philippians chapter 1, verse 6 and onwards. Being confident of this very thing, that he which hath begun a good work in you will perform it until the day of Jesus Christ. And this I pray, that your love may abound, yet more and more in knowledge and in all judgment, that ye may approve things that are excellent, that ye may be sincere, and without offense till the day of Christ, being filled with the fruits of righteousness, which are by Jesus Christ, unto the glory and praise of God. But I would ye should understand, brethren, that the things which happened unto me have fallen out rather unto the furtherance of the gospel. As many of us may know, this is a small portion of Paul's letter to the Philippians. Now, this letter was not written in Paul's travels or on a writing desk. No, this was written in prison. When we think of prison, we would usually imagine a dark and dreary one-room cell. For Paul, he was chained to 2 soldiers, one on either side. Can you imagine having no privacy of your own and having captors looking over you as you try to think and write positively about encouraging the Philippian church? Verse 6 says, Being confident of this very thing, that he which hath begun a good work in you will perform it until the day of Jesus Christ. And verse 12, For I would ye should understand, brethren, that the things which happened unto me have fallen out rather unto the furtherance of the gospel. Paul confidently writes that God started a good work or purpose in you, and he will accomplish it through you until the end. Meaning, he will not leave you as you are, but help you to be who you are meant to be. And Paul ends with that his own circumstances was for the expansion of God's kingdom. No one would ever have the strength to even think to say such a thing, except those who truly trust in God. Do you? With everything that's happening around you, do you trust in Him sincerely? May we sing this song together. Why are you striving these days? Why are you trying to earn grace? Why are you crying? Let me lift up your face. Just don't turn away. Why are you looking for love? Why are you still searching as if I'm not enough? To where will you go, child? Tell me, where will you run? To where will you run? I'll be by your side whenever you fall in the dead of night, whenever you call, and please don't fight these hands that are holding you. My hands are holding you. Look at these hands at my side. They swallowed the grave on that night when I drank the world's sin, so I could carry you in and give you life. And I'll be by your side whenever you fall in the dead of night, whenever you call, and please don't fight these hands that are holding you. My hands are holding you here at my side whenever you fall in the dead of night, whenever you call, and please don't fight these hands that are holding you.
My hands are holding you. And I love you, and I want you to know that I'll love you. I'll never let you go. And I'll be by your side whenever you fall in the dead of night, whenever you call, and please don't fight these hands that are holding you. My hands are holding you here at my side, whenever you fall in the dead of night, whenever you call, and please don't fight these hands that are holding you. My hands are holding you. May His name alone be glorified. Amen. You are worthy. You are worthy of your name. Yes, you are worthy. Oh, you are